പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സൗത്ത് ഗോവയിൽ നിന്ന് പണ്ടോളം ബീച്ചിൽ നിന്നാണ്. ഈ ഈവനിങ്ങിൽ ഇവിടെ ഉള്ള കാഴ്ചകളാണ്. എപ്പോഴും ഇവിടെ ബീച്ചിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഗോവയിൽ വന്നാൽ മുഴുവനും ബീച്ചും ഫോർട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല പള്ളികളും പിന്നെ ഇങ്ങനെ ഓരോ ഫോറസ്റ്റ് ഏരിയകളും എല്ലാമാണ്. ഞാൻ ഈ ബീച്ചിൽ നിന്നപ്പോൾ ആ തിര വന്ന് എൻ്റെ കാലിൻ്റെ സമീപത്തൂടെ പോവുകയാണ്. അത്രയ്ക്ക് അങ്ങ് തിരയുണ്ട്. പക്ഷേ പേടിക്കണ്ട, കുറേ ആളുകളെല്ലാം അങ്ങ് വെള്ളത്തിലങ്ങ് കിടക്കുന്നു. ഞാൻ എപ്പോഴും ഇത് ആവർത്തിച്ച് പറയുന്നത് ഈ ഗോവയിൽ ഇത് മാത്രമാണ് കൂടുതലും ഉള്ളത്. ബീച്ചിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുക. അങ്ങ് ദൂരെയായിട്ട് കന്നുകാലി കൂട്ടങ്ങൾ നിൽക്കുന്നു. അവയ്ക്ക് റോഡെന്നില്ല, വനമെന്നില്ല, ബീച്ചെന്നില്ല. എവിടെ വേണമെങ്കിലും ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആരും ഒരു തടസ്സവും ചെയ്യത്തില്ല. പശുക്കളെല്ലാം ഇഷ്ടം പോലെ പുല്ലും തിന്ന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്നു, സ്വതന്ത്രരായിട്ട് നടക്കുന്നു. നമ്മളെ നാട്ടിലെ പോലെ കെട്ടിയിട്ട് വളർത്തൽ അതൊന്നും ഇല്ല. തിര വരുന്നത് കണ്ടോ കൂട്ടുകാരെ? ഞാൻ ഏതാണ്ടൊരു ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. എൻ്റെ അടുത്തും തിര ഇങ്ങനെ ഉണ്ട് കൂട്ടുകാരെ. പണ്ടോളം ബീച്ചെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയി അങ്ങ് ദൂരെയുള്ള ഐലൻഡും എല്ലാം കാണിക്കും. 1500 രൂപ പേ ചെയ്യണം. നമ്മളതിന് തയ്യാറല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഈ തിര കാണുന്നു. തിര അടിക്കുന്നത് കണ്ടാ കൂട്ടുകാരെ? അങ്ങ് ദൂരെയായിട്ട് സൂര്യാസ്തമയം വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇനി എൻ്റെ അടുത്തോടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇത്രയും നല്ലൊരു വ്യൂ കണ്ടാ? ഇവിടെ എല്ലാം വെള്ളമാണ്. കണ്ണീര് പോലത്തെ വെള്ളം. ബാഗ ബീച്ചിലും കാണുന്നത് പോലെ തന്നെ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നമുക്ക് 5-6 ശംഖൊക്കെ കിട്ടി ഇവിടുന്ന്. എപ്പോഴും ബീച്ചിൻ്റെ കാര്യം തന്നെ പറയുന്നത്. ഗോവയിൽ വന്നാൽ ഈ ബീച്ചും ഈ കടലും ഇതൊക്കെയാണ് ഇവിടുത്തെ എൻജോയ്മെൻറ്റ്. തിര വരുന്നത് കണ്ടാൽ കൂട്ടുകാരെ, എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ കാലിലും എല്ലാം തിരയടിച്ച് വരുന്നുണ്ട്. നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. ഇനി കടൽ ഇങ്ങോട്ട് കയറുമെന്നാണ് പറയുന്നത് സന്ധ്യ ആകുമ്പോഴേക്കും. ഇവിടുത്തെ കാഴ്ചകളാണ്. എല്ലാ ബീച്ചുകളും കണ്ട് ആൾക്കാരിപ്പോൾ ഇവിടെ വരെ എത്തി. ഒരു ബീച്ചല്ല, ഒരുപാട് ബീച്ചുകളുണ്ട്. ബട്ടർഫ്ലൈ ഒരു ഐലൻഡുകളുണ്ട്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കൂട്ടുകാരെ. കണ്ട ഇതിൻ്റെ റൗണ്ടിലുള്ള അങ്ങ് ദൂരെയായിട്ട് തെങ്ങിൻ തോപ്പാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഗോവയിൽ വന്നതുകൊണ്ട് ഇതൊക്കെയാണ് എപ്പോഴും പറയാനുള്ളത്. ആർക്കും ബോറടിക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.